മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 27/8/1989 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം. പുണർദം 2-ാം പാദം. തുലാലഗ്നം 2-0-3 ശനി, 4 ഗുളികൻ, 5 രാഹു, 6, 7, 8 ഭാവങ്ങൾ 0-9 ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രൻ, വ്യാഴം 10-0-11 സൂര്യൻ, കുജൻ, കേതു 12 ബുധൻ, നീചസ്ഥനായി ശുക്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രഹനില കൂടിയാണത്. ശ്രീജാതകമാണിത്. ഇടവത്തെയും അതുപോലെ തന്നെ തുലാം, ഈ രണ്ട് രാശികളെയും, തുലാം, ഇടവം, ഈ രണ്ട് രാശികൾക്കും അധിപൻ ശുക്രനാണ് ഏതൊരു ഗ്രഹനിലയിലും. ശുക്രൻ ഇവിടെ നിൽക്കുന്നത് 12 നീചസ്ഥനായിട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ശുക്രലഗ്നമായിട്ട് വന്നു കഴിഞ്ഞതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള ആർട്ടിസ്റ്റിക് സ്കിൽസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുവഴി ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും പേരും പ്രശസ്തിയും ഉണ്ടാകും. പക്ഷേ അതിന് ഒരല്പം കാലതാമസം വരും, അല്ലെങ്കിൽ വരാം. എന്തുകൊണ്ട്? ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനായി വരികയും ശുക്രൻ 12-ൽ ശനിയുടെ 10-ാം ദൃഷ്ടി ഏറ്റു നിൽക്കുകയും അവിടെ ശുക്രൻ നീചനാവുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം ഈ നേരത്തെ പറഞ്ഞ പേര്, പ്രശസ്തി, അംഗീകാരം പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരല്പം കാത്തിരിപ്പ് വേണ്ടി വരുമെന്ന് അനുമാനിക്കാം. അതുപോലെ തന്നെയാണ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹമെന്ന് പറയേണ്ടി വരും. അതിൽ ചില നെഗറ്റീവ്സുമുണ്ട്, അതിലേക്ക് വരാം. ഇദ്ദേഹത്തിൻ്റെ വ്യാഴത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് വ്യാഴം നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് 10-ാം ഭാവാധിപനോടൊപ്പം ചന്ദ്രനോടൊപ്പം ഗജകേസരി യോഗം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. വളരെ വളരെ നല്ല ഒരു സൈൻ തന്നെയാണ്. വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏതൊരു ഗ്രഹനിലയിലും. അപ്പോൾ രാഹുവിനോടൊപ്പം ഒക്കെ ചേർന്ന് ഗുരു ചണ്ഡാള യോഗം ചേർന്ന് വ്യാഴം, അല്ലെങ്കിൽ ഗുളികനോടൊത്ത് നിൽക്കുന്ന വ്യാഴം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഫലത്തിൽ കുറവുകൾ സംഭവിക്കും. ഇവിടെ ശനിയുടെ 7-ാം ദൃഷ്ടിയുണ്ട് എന്നിരുന്നാൽ തന്നെയും വ്യാഴം ഇവിടെ ബലവാനാണ്. വ്യാഴത്തെക്കൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടി വരുന്നുണ്ട്. ആ വ്യാഴമാണ് ഗജകേസരി യോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് നേട്ടങ്ങൾ വ്യാഴം കൊടുത്തേ മതിയാകൂ എന്ന് സാരം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ 3-ലാണ് ശനി നിൽക്കുന്നത്. 3-ലെ ശനി, 3, 6, 8, 11 ഭാവങ്ങളിൽ ശനി പൊതുവെ വളരെ നല്ല ഫലങ്ങൾ. 3-ൽ ശനി മുടിവെച്ച് വാഴുമെന്നൊക്കെ ജ്യോതിഷം പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു ചൊല്ലുകായിട്ട് തന്നെ പറയാറുണ്ട്. 3-ൽ ശനി ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ഗുളികൻ്റെ 12-ാം ദൃഷ്ടി ശനിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുളികൻ്റെ 2-ാം ദൃഷ്ടി മനസ്സിൻ്റെ, സന്താനത്തിൻ്റെ സ്ഥാനമായ 5-ലേക്കും വരുന്നുണ്ട്. 5-ൽ രാഹുവുമുണ്ട്. അവിടേക്ക് കുജൻ്റെ 7-ാം ദൃഷ്ടിയുമുണ്ട്. 1, 2, 3, 4, 5, 6, 7 നിൽക്കുന്ന രാശിയിൽ നിന്നും കുജൻ 4, 7, 8 ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 5 മനസ്സിൻ്റെ, സന്താനത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 3-ൽ നിൽക്കുന്നു ശനി. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു. ഗുളികൻ ശനി ബന്ധം ഒട്ടുമേ നല്ലതല്ല. 5-ലാണെങ്കിൽ രാഹുവുണ്ട്. അവിടേക്ക് ഗുളികൻ്റെ 2-ാം ദൃഷ്ടി വരുന്നു. കുജൻ്റെ, എങ്ങനെയുള്ള കുജൻ? സൂര്യൻ്റെ ക്ഷേത്രത്തിൽ സൂര്യനോടൊപ്പം കേതുവിനോടൊപ്പം നിൽക്കുന്ന കുജൻ്റെ 7-ാം ദൃഷ്ടി വരുന്നു. അപ്പോൾ മനസ്സിനെപ്പോഴും ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും കാരണത്താൽ വ്യതിചലിക്കുകയോ, അല്ലെങ്കിൽ ഒരു ചഞ്ചലമായിട്ടുള്ള മനസ്സ്, അത് വേണോ, ഇത് വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ എന്ന് ചോദിക്കുന്ന, സ്വയം സംശയദൃഷ്ടിയോടെ കാര്യങ്ങളെ കാണുന്ന, അതല്ലേ കൂടുതൽ ശരി, അല്ലെങ്കിൽ അതല്ലേ കൂടുതൽ തെറ്റായി വരിക എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രവണത ഈ വ്യക്തിക്ക് സഹജമായി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിലെ അപകടം സ്വയം തിരിച്ചറിഞ്ഞ്
സധൈര്യം ജീവിതത്തെ കാണേണ്ടതും മുന്നോട്ട് പോകേണ്ടതുമാണ്. പ്രത്യേക രീതിയിലുള്ള ഒരു തീർത്തും വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആരെന്ത് വിചാരിച്ചാലും തനിക്കത് വിഷയമല്ല എന്ന് കൂസാതെയുള്ള ഒരു നിലപാട് ഈ വ്യക്തിക്ക് 5-ലെ രാഹു തീർച്ചയായിട്ടും കൊടുക്കും. ഉറച്ച തീരുമാനങ്ങളുണ്ടാകും. ഒരു നിലപാടിൽ ഉറച്ച് എടുക്കേണ്ട രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. പക്ഷേ അത് എടുക്കുന്നതിന് മുൻപ് മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് വലിയ ദോഷങ്ങളിലേക്കൊന്നും വലിയ രീതിയിൽ പോകില്ല. കാരണം മനസ്സിൻ്റെ കാരകനായ മാതൃകാരകനായ ചന്ദ്രൻ ഇവിടെ വ്യാഴത്തോടൊപ്പമാണ് നിൽക്കുന്നത്. മാത്രവുമല്ല, വ്യാഴത്തിൻ്റെ 1, 2, 3, 4, 5, 6, 7, 8, 9 9ാം ദൃഷ്ടി, 7ാം ദൃഷ്ടി 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്കും 9ാം ദൃഷ്ടി 5ലേക്കും തന്നെ വ്യാഴം ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് വലിയ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അതല്ലാത്ത പക്ഷം ഇത്തരം വ്യക്തികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെയും മനസ്സ് വഴിയുമൊക്കെ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇത് ഒരു വലിയ അനുഗ്രഹം അല്ലെങ്കിൽ ആശ്വാസം തന്നെയാണ്. വ്യാഴം നല്ല പൊസിഷനിൽ നിന്നുകൊണ്ട് വ്യാഴം ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ ലക്ഷം ദോഷോ ഗുരു ഹന്തി എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ലക്ഷം ദോഷങ്ങൾ ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ പോലും നല്ല പൊസിഷനിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ആ ലക്ഷം ദോഷത്തെയും ഇല്ലാതാക്കി, അശുഭത്വം ഇല്ലാതാക്കി ശുഭത്വം നൽകാൻ വ്യാഴത്തിന് കഴിയും. ഇവിടെ നടക്കുന്ന പ്രോസസ്സും അങ്ങനെ തന്നെയാണ്. ഭാഗ്യസ്ഥാനത്ത് 9ലേക്ക് വ്യാഴം എന്ന് പറയുന്നത് അല്പം പോസിറ്റിവിറ്റി കൂടുതൽ തന്നെയാണ് എന്ന് ഗർവോടെ, ഒരല്പം അഹങ്കാരത്തോടെ തന്നെ വ്യാഴവുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരും. ഇനി ഇദ്ദേഹത്തിൻ്റെ വിവാഹം 1, 2, 3, 4, 5, 6, 7 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ സൂര്യനോടൊപ്പം കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്കില്ല. അതുപോലെ തന്നെയാണ് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹവും ലഗ്നാധിപനായിട്ടുള്ള ശുക്രനാണ് ഈ ഗ്രഹനിലയിൽ 12ൽ നീചസ്ഥനായി നിൽക്കുന്നു. അവിടേക്ക് ശനിയുടെ 10ാം ദൃഷ്ടിയും വരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ വ്യക്തിക്ക് വിവാഹം സ്വാഭാവികമായും വൈകും. വിവാഹമെന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഡിലേ അല്ലെങ്കിൽ താമസം, വൈകുക എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ കൃത്യമായി സംഭവിച്ചിരിക്കും. കാരണം 3 കാരണങ്ങൾ. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കേതുവിനോടൊപ്പം സൂര്യനോടൊപ്പം സൂര്യൻ്റെ ക്ഷേത്രത്തിൽ രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്നു. ലഗ്നാധിപനും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ 12ൽ നീചം ചെയ്തു നിൽക്കുന്നു. അവിടേക്ക് ശനിയുടെ 10ാം ദൃഷ്ടിയും വരുന്നു. വിവാഹം വൈകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ കൃത്യമായി മനസ്സിലാക്കി, കൃത്യമായി അല്പം വൈകി, അല്പം കാത്തിരുന്നു പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആളിലേക്ക് തന്നെ ഈ വ്യക്തി എത്തപ്പെടും. അതിൽ ചിലപ്പോൾ ചില പ്രത്യേകതകളും ആ ബന്ധത്തിലുണ്ടാകും. നോർമൽ രീതിയിലുള്ള ഒരു വിവാഹ ജീവിതമായിരിക്കില്ല, അല്ലെങ്കിൽ വിവാഹ ബന്ധമായിരിക്കില്ല ഈ വ്യക്തിക്ക് നടക്കാനുള്ള സാധ്യത ഏറിയ പങ്കും. നീചസ്ഥനായിട്ടുള്ള ശുക്രൻ അതിന് അനുവദിക്കുകയുമില്ല. അപ്പോൾ നോർമൽ രീതിയിലുള്ള വിവാഹം എന്നതിലുപരിയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ വിവാഹത്തിലുണ്ടാകാം. അത് ജാതി സംബന്ധമായിട്ടാവാം, പ്രായസംബന്ധമായിട്ടാവാം, അങ്ങനെ എന്തുമാവാം. അത് ആ വ്യക്തി തന്നെ തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് വിവാഹശേഷം കുട്ടികൾ എന്ന് പറയുന്ന അവസ്ഥ. 5 സന്താന സ്ഥാനവും കൂടാണ്. മനസ്സിൻ്റെ സ്ഥാനം എന്നതിലുപരിയായി തന്നെ 5ാമത്തെ ഭാവം എന്ന് പറയുന്നത് സന്താന സ്ഥാനവും കൂടാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ 5ാം ഭാവാധിപൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. 5ലേക്ക് ഗുളികൻ്റെ നേരിട്ടുള്ള ദൃഷ്ടി വരുന്നു. 5ൽ രാഹു നിൽക്കുന്നു. അവിടേക്ക് കേതുവിനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന കുജൻ്റെ ദൃഷ്ടിയും വരുന്നു. അപ്പോൾ താരതമ്യേന കുട്ടികൾ കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾ സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതല്ല എങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ വൈകാം. ഈ 2-3 കാരണങ്ങൾ എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവിടെയും ഒരു സാധ്യത, പോസിബിലിറ്റി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി തന്നെയാണ്. പക്ഷേ വൈകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ കുട്ടികൾ സംബന്ധമായ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിരാശ, അതല്ല എങ്കിൽ അത്തരം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ 5ാം ഭാവത്തെ കൊണ്ട് ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ്
ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഗുരു ദശയിലായിരുന്നു ജനനം. പുണർദമാണ് നക്ഷത്രം. 2001 വരെ ഗുരുദശ, അതിനുശേഷം 2020 വരെ ശനിദശ, അതിനുശേഷം ബുധൻ 2037 വരെ, അതിനുശേഷമാണ് 7 കൊല്ലം കേതു. 2044 വരെ, അതിനുശേഷം 20 കൊല്ലക്കാലം നീളുന്ന ശുക്രമഹാദശ 2064 വരെ, അതിനുശേഷം സൂര്യൻ 2070 വരെ, ശേഷം ചന്ദ്രൻ, ചൊവ്വ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ബുധനിൽ ശുക്രൻ്റെ അപഹാരമാണ്. എങ്ങനെയുള്ള ബുധൻ? സ്വന്തം ക്ഷേത്രത്തിൽ 12-ൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ. എങ്ങനെയുള്ള ശുക്രൻ? ലഗ്നാധിപത്യം വഹിച്ചുകൊണ്ട്, അഷ്ടമാധിപത്യവും വഹിച്ചുകൊണ്ട് 12-ൽ നീചസ്ഥനായി നിൽക്കുന്ന ശുക്രൻ. ആദ്യം ഒരല്പം ശുക്രൻ്റെ പീരീഡ് ഒരല്പം നെഗറ്റീവായാൽ തന്നെയും പിന്നീട് തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ് 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനായി വരികയും അതേ ചന്ദ്രൻ വ്യാഴത്തോടൊപ്പം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അറിവ് പകർന്നു കൊടുക്കുക, അതല്ല എങ്കിൽ ഗുരുസ്ഥാനം വഹിക്കുക, അല്ല എങ്കിൽ അധ്യാപനം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകുക, അതുകൊണ്ട് സംതൃപ്തി നേടുക, അല്ലെങ്കിൽ ധനം സമ്പാദിക്കുക പോലെയുള്ള കാര്യങ്ങളെല്ലാം, ജോലികളെല്ലാം തന്നെ ഈ വ്യക്തിക്ക് വളരെ വളരെ അനുകൂലം തന്നെയാണ്. കൃത്യമായി 5ാം ഭാവത്തെ കൊണ്ടൊക്കെ കൃത്യമായി ചിന്തകളെ പോസിറ്റീവാക്കി സധൈര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.